ഹലോ നമസ്കാരം. നമ്മുടെ മഴതോരും മുമ്പേയുടെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ അലീന ആരാണെന്നുള്ള സത്യം കൃഷ്ണമോളെ കൂടാതെ മനു കൂടി അറിഞ്ഞിരിക്കുകയാണ്. മനു കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് അലീനയുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രനും കൂടെ മനു നിൽക്കുന്നുണ്ട്. ഇനി ഒരിക്കലും അലീനയെ പറഞ്ഞയക്കേണ്ട ആവശ്യമായിട്ട് മനു ബാലചന്ദ്രനോട് സംസാരിക്കാൻ വരില്ല എന്ന് തന്നെ പറയാണ് മനു ബാലചന്ദ്രൻ്റെ അടുത്ത്. അങ്ങനെ പിന്നീട് അലീനയെ ഒരിക്കലും പറഞ്ഞയക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം, അലീന ഇവിടെ തന്നെ നിൽക്കും, അങ്കിള് അനുവദിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് മനു മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുന്നത്. വൈജയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം കേട്ടോ, മനുവിനോടാണെങ്കിലും ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ അലീനയാണെങ്കിൽ അവിടെ ഭയങ്കര സന്തോഷത്തിൽ അച്ഛനെ കിട്ടി, അനിയത്തിയെ കിട്ടി. അപ്പോൾ ഭയങ്കര ആ ഒരു സന്തോഷത്തിൽ ആ ഒരു ഫ്രീഡമൊക്കെ ശരിക്കും എടുത്തുകൊണ്ട് തന്നെ വീട്ടിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് പോകുന്നുണ്ട്. ശരിക്കും വൈജയുടെയും ബബിതയുടെയും രോഹിത്തിൻ്റെയും മുഖം കാണുമ്പോൾ ഉള്ള ഒരു വിമ്മിഷ്ടം മാത്രമേ അലീനയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ അലീന ഇവിടെ ഇങ്ങനെ തുള്ളിച്ചാടി ഒരു പൂമ്പാറ്റയെ പോലെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നതൊന്നും വൈജയന്തിക്കും രോഹിത്തിനും ബബിതയ്ക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അത് മാത്രമല്ല, മനു ആണെങ്കിൽ അലീനയും ബാലചന്ദ്രനെയും സപ്പോർട്ട് ചെയ്താണ് ഇപ്പോൾ കൂടുതലും സംസാരിക്കുന്നത്. അത് കമലയ്ക്കും ഭയങ്കര ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും അലീനയെ അവിടെ നിന്ന് തുരത്തണം എന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ കമലയുടേത് കൂടിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കമലയ്ക്കാകെ പേടിയായി തുടങ്ങി. മനു അലീനയുടെ വലയിലെങ്ങാനും വീഴോ, അവർ തമ്മിൽ എന്തെങ്കിലും സെറ്റപ്പ് ആവോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കമല ശിവേട്ടനോട് പറയുന്നുണ്ട്. നമ്മുടെ മോന് വന്ന് നമ്മൾ പറയണമൊന്നും അനുസരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും അവന് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണല്ലോ പണ്ടേ ചെയ്യാറ് എന്ന് ശിവേട്ടൻ പറയണം. ഇതങ്ങനെയല്ല ശിവേട്ട, ഇപ്പോൾ അലീനയ്ക്ക് സപ്പോർട്ടായിട്ടാണ് മനു നിൽക്കുന്നത്, സംസാരിക്കുന്നത്. അത് മാത്രമല്ല, വൈജ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു എന്ന് പറയട്ടെ. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ വൈജ പറഞ്ഞിരുന്നു, വേണ്ടി വന്നാൽ അലീനയെ അവൻ കല്യാണം കഴിക്കുന്നവരെ വൈജയോട് മുഖത്ത് നോക്കി പറഞ്ഞു എന്ന്. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, അത് ആ സമയത്തുള്ളൊരു വാശിപ്പുറത്ത് വൈജ എന്തെങ്കിലും അങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അങ്ങനെ പറഞ്ഞതായിരിക്കും, അല്ലാതെ മനു അങ്ങനെയൊന്നും എടുത്തു ചാടി തീരുമാനം എടുക്കുന്ന ഒരാളൊന്നുമല്ല എന്ന് ശിവേട്ടൻ പറയുമ്പോൾ, എന്നാലും എനിക്ക് നല്ല ഭയമുണ്ട്. അവൻ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒപ്പിച്ച് വെച്ചാൽ പിന്നെ നമ്മൾ എങ്ങനെ ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കും? എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവൾ അവിടെ നിന്ന് ഓടിക്കണം എന്ന് പറയണം. അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ ഈ ഹരി കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരിയുടെ മനസ്സിലാണെങ്കിൽ അലീനയെ അന്ന് കിട്ടാത്തതിൻ്റെ ദേഷ്യം, അതുപോലെ അലീന അവനെ അപമാനിച്ചു എന്നുള്ളൊരു തോന്നൽ. കാരണം അവനാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ അതൊക്കെ എല്ലാവരും അറിഞ്ഞ്, മനു അറിഞ്ഞ്, ബാലചന്ദ്രൻ അറിഞ്ഞ്, വീട്ടിലെല്ലാവരും അറിഞ്ഞ് ആകെ ഒരു നാണക്കേടൊക്കെ വന്നില്ലേ. ആ ഒരു പകയൊക്കെ ഹരിയുടെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശിവേട്ടൻ പോയ സമയത്ത് കമലയുടെ അടുത്ത് വന്നിട്ട് ഹരി പറയുന്നുണ്ട്, അമ്മേ ഞാനൊന്ന് കടപ്പാട്ടൂർ പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. നീ എന്തിനാ ഇപ്പോൾ കടപ്പാട്ടൂർ പോണേ? അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അലീനയെ അവിടെ നിന്ന് ഓടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമല്ലേ, പക്ഷെ നിങ്ങൾക്കത് നടക്കുന്നുമില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ കമലയ്ക്ക് ദേഷ്യം വരും കേട്ടോ. ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ട്. എന്താ നിൻ്റെ ഉദ്ദേശം? നീ വേണ്ടാത്ത ഇതിലൊന്നും പോയി ചെന്ന് ചാടണ്ട. ഒരു തവണ തന്നെ നീ ചെയ്തത് എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ, ഇതങ്ങനെയല്ലമ്മേ, ഞാൻ അതൊക്കെ വിട്ടു. അത് ആ സമയത്ത് ഒരു പൊട്ടബുദ്ധിക്ക് തോന്നിയ ഓരോ കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെയൊന്നും ഇന്ന് വരെ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോയിട്ടൊന്നുമില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ കമലിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നീ ചെയ്ത കാര്യത്തെ നീ ന്യായീകരിക്കാൻ നോക്കണ്ട ഹരി, നീ നിൻ്റെ പണിയൊക്കെ ഇപ്പോൾ നീ ഇതിൽ ഇടപെടണ്ടെന്ന് പറയുമ്പോൾ, അതല്ല അമ്മേ, എനിക്ക് തോന്നുന്നു നിങ്ങളെക്കൊണ്ട് പറ്റാത്ത കാര്യം എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് പറയട്ടോ. എങ്ങനെ സാധിക്കുമെന്ന് കമല ചോദിക്കുമ്പോൾ, ഞാൻ കടപ്പാട്ടൂരേക്കൊന്ന് പോകാം, എന്നിട്ട് ഞാനും ഹരിയും വൈജയന്തിക്കും എന്താണെങ്കിലും താല്പര്യമില്ലല്ലോ, അപ്പോൾ അവളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കി തന്നാൽ പോരെ നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ, അതെ ഒഴിവാക്കി തന്നാൽ മതി, പക്ഷെ നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്നെക്കൊണ്ട് പലതും ചെയ്യാൻ പറ്റും അമ്മേ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോളും അവർ എന്നൊക്കെ പറയട്ടോ. വേണ്ട അങ്ങനത്തെ പൊല്ലാപ്പിനൊന്നും നിൽക്കണ്ട, ലാസ്റ്റ് അത് നിൻ്റെ തലയിൽ വരുമെന്ന് പറയുമ്പോൾ, എങ്ങനെ വരാനമ്മേ? അവളെപ്പറ്റി ആരാണ് അന്വേഷിക്കാനുള്ളത്? ആരും അന്വേഷിച്ച് പോകത്തൊന്നുമില്ല. അവളിവിടെ നിന്ന് പോയി കാണാനില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ബാലചന്ദ്രൻ അങ്കിളാണെങ്കിലും അതിൻ്റെ പുറകെ ഒന്നും പോകത്തില്ല. എല്ലാവരും കൂടി എതിർക്കുമ്പോൾ എങ്ങനെ അങ്കിളിന് പിന്നീട് അതിൻ്റെ പുറകെ പോകാനൊക്കെ തോന്നും? അപ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ വേണ്ട, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, നീ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ബാലചന്ദ്രന് ഇഷ്ടമല്ലല്ലോ, അയാൾ നിന്നെ ഓടിക്കുമെന്ന് പറയുമ്പോൾ, അതിന് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ബാലചന്ദ്രൻ അങ്കിൾ അറിയുന്നില്ലല്ലോ, അറിയാതെ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നോളാം, അതിനൊക്കെ വേണ്ട വഴി രോഹിത്തും വൈജയന്തിയും കൂടി ഉണ്ടാക്കി തന്നോളും എന്ന് പറയണം.
നീ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിക്കുമ്പോൾ ഒരു ടീമുണ്ട് അമ്മേ, എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പുറത്ത് എത്തിച്ചു കൊടുത്താൽ മതി, അവർ കൊണ്ടുപോയിക്കോളും അവളെ. എന്നിട്ട് അവരെന്താണ് അവളെ കൊണ്ടുപോയി ചെയ്യുന്നത്? അവർ എന്തെങ്കിലും ചെയ്തോട്ടെ അമ്മേ, നമ്മളത് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നും പറ്റത്തില്ല, അത് അന്വേഷിക്കണം, ലാസ്റ്റ് ഇത് നിൻ്റെ തലയിൽ വരും എന്ന് പറയട്ടോ. അതെങ്ങനെ എൻ്റെ തലയിലാണ് വരുന്നത് അമ്മേ? എങ്ങനെയെങ്കിലും എൻ്റെ തലയിൽ വരുമോ? ഞാൻ അവിടെ വന്നതിനോ ഒന്നും ഒരു തെളിവുണ്ടാക്കുന്നില്ല. വൈജി ആൻറ്റിയും രോഹിത്തും പറയാണ് ഹരി ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞാലോ? അവർക്ക് എന്ത് വേണമെങ്കിലും പറയാലോ, അവരൊരിക്കലും എന്നെ ഒറ്റ കൊടുക്കില്ല. കാരണം അവർക്ക് അലീനെ അവിടെ നിന്ന് ഒഴിവാക്കി കിട്ടിയാൽ മാത്രം മതി എന്ന് പറയണം. ലാസ്റ്റ് ഇത് വലിയ പൊല്ലാപ്പാവും ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അമ്മേ, അമ്മ ഒന്ന് സമ്മതിച്ചാൽ മതി. അമ്മ എന്നാൽ ശരി, എന്താണെന്ന് വെച്ചാൽ ചെയ്യേ, എനിക്ക് എങ്ങനെയെങ്കിലും ആ ശല്യത്തിനൊന്ന് ഒഴിവായി കിട്ടിയാൽ മതി എന്ന് പറയാണ് കമല. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് മുകളിലേക്ക് പോവാട്ടോ. അങ്ങനെ പോയിട്ട് രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. ഹരിയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അലീനെ ആ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിക്കണം, അവൻ്റെ കസ്റ്റഡിയിൽ കിട്ടണം, എന്നിട്ട് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കണം. ഇതാണ് ഹരിയുടെ മനസ്സിലുള്ളത്. അപ്പോൾ അതിനുശേഷം അലീന എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ അവൻ്റെ കാര്യങ്ങളും നടക്കും, തൽക്കാലത്തേക്കാണെങ്കിലും വീട്ടിൽ നിന്ന് ഒഴിവാകും. ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നാലും അവനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല അത്. അപ്പോൾ രോഹിത്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ രോഹി, നമുക്കൊരു പ്ലാൻ തയ്യാറാക്കണം. എന്ത് പ്ലാൻ? അലീനെ നിനക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കണ്ടേ? ആ പുറത്താക്കണം. അതിനിപ്പോൾ ഒരുപാട് ശ്രമിച്ചല്ലോ, എല്ലാവരും ശ്രമിച്ചു നോക്കിയിട്ടും അലീനയെ പുറത്താക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നാൽ എൻ്റെ കയ്യിലൊരു ഉഗ്രൻ ഐഡിയ ഉണ്ടെന്ന് പറയണം. എന്ത് ഐഡിയയാണ് നിൻ്റെ കയ്യിലുള്ളത്? അതൊക്കെ ഞാൻ നേരിട്ട് പറയാം, ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറയാണ്. അതിന് നീ ഇങ്ങോട്ടേക്ക് വന്നാൽ അച്ഛൻ നിന്നെ ഇവിടെ നിന്ന് ഓടിക്കത്തില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ അച്ഛൻ അറിയാതെ എന്നെ അങ്ങോട്ടേക്ക് കയറ്റാനുള്ള ഒരു വഴി നീയും നിൻ്റെ അമ്മയും കൂടി തയ്യാറാക്ക്, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് അവിടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്ന് പറയട്ടോ. അപ്പോൾ നീ എപ്പോഴാണ് വരുന്നത്? ഞാൻ ഒന്ന് ഇരുട്ടായിട്ട് രാത്രിയാകുമ്പോൾ വരാം, അതായിരിക്കും നല്ലത്. കാരണം അപ്പോഴേക്കും എല്ലാവരും ഒന്ന് കിടന്നിട്ടുണ്ടാവും. പക്ഷെ നീ ഉറങ്ങരുത് കേട്ടോ, നീ താഴെ ഉണ്ടാവണം, എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അവിടെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറയണം. അപ്പോൾ ശരി, എന്നാൽ നീ വാ. എന്തെങ്കിലും വലിയ പൊല്ലാപ്പം കൊണ്ടാണോടാ നീ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ അങ്ങനെയൊന്നുമില്ല, നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമല്ലേ ഉള്ളൂ, അലീനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്ത് ചാടിക്കണം, അത് മാത്രമല്ലേ ഉള്ളൂ, അത് ഞാൻ ഏറ്റു എന്ന് പറയണം. എന്നാൽ ശരി, നീ വാ. നീ എന്നാ വരുന്നത്? ഇന്നാണോ? അതെ, ഞാൻ ഇന്ന് തന്നെ വരുന്നുണ്ട് എന്ന് രോഹിത്തിനോട് ഹരി പറയണം. അങ്ങനെ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കടപ്പാട്ടൂർ വീട് തന്നെയാണ്. അലീനയാണെങ്കിൽ ബാലചന്ദ്രൻ്റെ ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള സ്ഥിരം ഒരു പതിവാണ്, ബാലചന്ദ്രൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഉരുള പോലെ എടുത്ത് അലീനക്ക് വായിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഈ രംഗം കണ്ടുകൊണ്ടാണ് കൃഷ്ണ അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ, ഇത് കൊള്ളാലോ, ഇതെന്താ അച്ഛൻ, മൂത്ത മോൾക്ക് മാത്രമേ അച്ഛൻ ഫുഡ് വാരി കൊടുക്കുന്നുള്ളൂ, എനിക്കില്ലേ, ഞാനല്ലേ ഇവിടുത്തെ ചെറിയ കുട്ടി എന്ന് പറയുമ്പോൾ അയ്യോടി നീയൊന്നല്ല ചെറിയ കുട്ടി, ഇപ്പം ഞാനാ ചെറിയ കുട്ടി, ഞാനിതേ ഇപ്പം ജനിച്ചതേ ഉള്ളൂ എന്ന് പറയണ അലീന. ആഹാ, ഒരു കുഞ്ഞുവാവ വന്നേക്കുന്നു, ഞാനാണ് ഇവിടുത്തെ കുഞ്ഞുവാവ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അച്ഛൻ്റെ നേരെ വാ തുറക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ അവൾക്ക് കൂടി വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് താഴത്തെ അവസ്ഥ എന്ന് ബാലചന്ദ്രൻ കൃഷ്ണയോട് ചോദിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഉള്ളിൽ എന്തൊക്കെയോ നീറിപ്പുകയുന്നുണ്ട്, പുറത്തേക്കൊന്നും കാണുന്നില്ല അച്ഛ എന്ന് പറയണം. എന്തെങ്കിലും ആവട്ടെ, അവർ 3 പേരും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്യട്ടെ, പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം. എന്തൊക്കെ സംഭവിച്ചാലും അലീന ചേച്ചി ഇവിടെ നിന്ന് പറഞ്ഞേക്കരുത് കേട്ടോ അച്ഛ എന്ന് കൃഷ്ണ പറയുമ്പോൾ ഓയ്യോടി, നിനക്കിപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹമാണല്ലോ, കുറച്ച് മുൻപ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഞാനിവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി എന്നായിരുന്നല്ലോ നിനക്കും എന്ന് പറയുമ്പോൾ അത് അന്നല്ലേ, അന്ന് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു, ഞാനൊരു പൊട്ടിയായിരുന്നു. അപ്പോൾ ഇപ്പം നിനക്ക് എല്ലാം അറിയാവോ? ഇപ്പം എനിക്ക് എല്ലാം അറിയാം, അതുകൊണ്ട് ഞാൻ ചേച്ചിയെ വിടത്തില്ല എന്ന് പറയട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ സംശയത്തോട് കൂടിയിട്ട് ബാലചന്ദ്രനെ നോക്കുമ്പോൾ ബാലചന്ദ്രൻ പെട്ടെന്ന് നോട്ടം മാറ്റണേ. നിനക്ക് എന്തറിയാമെന്ന് നീ പറയുന്നത്? അതൊന്നും ഞാൻ ഇപ്പോൾ ചേച്ചിയോട് പറയുന്നില്ല, തൽക്കാലം നമുക്കിവിടെ അച്ഛനും മക്കളുമായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് പോകാം. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഹിത്തേട്ടനെയും ബബിതേച്ചിയും ഒക്കെ നമ്മുടെ ഗ്യാങ്ങിലേക്ക് കൊണ്ടുവരണം, അമ്മയെ ഒറ്റപ്പെടുത്തണം നമുക്ക് എന്ന് പറയണം. അയ്യോടി, അവളെ അമ്മയെ ഒറ്റപ്പെടുത്താൻ നിൽക്കുന്നു, അമ്മയെ അങ്ങനെ ഒറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ അമ്മയെ ഒറ്റപ്പെടുത്തി എന്താ കുഴപ്പം? ചേച്ചി എന്തിനാ? ചേച്ചിയോട് ഭയങ്കര ദ്രോഹം ചെയ്യുന്ന ആളല്ലേ, യജമാനത്തിയല്ലേ, മാഡം അല്ലേ, അല്ലാതെ ചേച്ചി എന്തിനാണ് അമ്മയോട് ഇങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത്? ചേച്ചിയുടെ അമ്മയൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ അലീനയ്ക്കൊന്നും വല്ലാതാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനെ ഇങ്ങനെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് കൃഷ്ണ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പോയതിന് ശേഷം ബാലചന്ദ്രൻ അലീനയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അലീനയ്ക്ക് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കൃഷ്ണ പറഞ്ഞ കാര്യം.
അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് ഫീൽ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ എന്ന് പറയട്ടോ. എനിക്ക് മനസ്സിലായി, എങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ അമ്മ തന്നെയാണ്, അതിൻ്റെ അടുത്തൊന്നും അച്ഛൻ എത്തില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല അച്ഛാ, എനിക്ക് അച്ഛൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്ത് വേറെ ആരും എന്ന് പറയാണ് ബാലചന്ദ്രൻ്റെ അടുത്ത് അലീനേട്ടോ. അങ്ങനെ അവർ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് ആ പാത്രങ്ങളൊക്കെ എടുത്ത് അലീന പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഗുഡ് നൈറ്റ്, അച്ഛൻ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് താഴേക്ക് ചെല്ലുക കേട്ടോ. താഴേക്ക് ചെല്ലുന്ന സമയത്ത് രോഹിത്തും ബബിതയും വൈജയും കൂടെ അവിടെ ലിവിങ് റൂമിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ ഭക്ഷണം കഴിച്ച ആ പാത്രങ്ങളൊക്കെ എടുത്ത് കിച്ചണിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ പോയിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകുന്നതും തുടച്ച് ഒക്കെ ചെയ്യുന്നത് ഇവരിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ രോഹിത് ഇവരോട് പറയുന്നുണ്ട്, ഇങ്ങനെ വൈജയോടും ബബിതയോടും പറയുന്നുണ്ട്, ഹരി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാം എന്ന് പറയട്ടോ. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, ഹരി വന്നിട്ട് എന്ത് ചെയ്യാനാ, ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും, ഹരി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു തവണ ചെയ്തത് നിങ്ങളെ കൂടി കാണിച്ചു കൂട്ടിയത് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇത് അങ്ങനെയൊന്നും അല്ലമ്മേ, ഒന്നും സംഭവിക്കത്തില്ല, അവന് ഇവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കി തരാമെന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. അച്ഛനും ഉറങ്ങട്ടെ, കൃഷ്ണയും ഉറങ്ങട്ടെ, അവളും ഉറങ്ങാൻ കിടക്കട്ടെ, ആ സമയത്താണ് പദ്ധതി എന്തോ അവൻ ആസൂത്രണം ചെയ്യുന്നത് എന്ന് പറയാട്ടോ. എന്താണ് അവൻ ആസൂത്രണം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയത്തില്ല, അവൻ വന്നാലേ അറിയത്തുള്ളൂ, തൽക്കാലം കൃഷ്ണയും അലീനയും പോയി കിടക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം ഹരിയെ വിളിക്കാം, ഹരിയെ വിളിച്ച് നമുക്ക് വീട്ടിലേക്ക് കയറ്റാം എന്ന് പറയണം. ഇത് വലിയ പ്രശ്നമാവോ അമ്മയെന്ന് ബബിത ചോദിക്കുമ്പോൾ നീ ഇതിൽ ഇടപെടണ്ട, നീ ഇതൊന്നും അറിയുന്നേയില്ല, നീ പോയി കിടന്നോ, നിനക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് രോഹിത് ബബിതയെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബബിതയും ഇനി കൃഷ്ണയ്ക്ക് സംശയം തോന്നരുതല്ലോ, ബബിതയും കൃഷ്ണയൊക്കെ പോയി കിടക്കണം, അലീനയും പോയി കിടക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രോഹിത് ഹരിയെ വിളിക്കുകയാണ്. എടാ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഉണ്ട് എന്ന് പറയാണ് ഹരി. അപ്പോൾ അവൻ പതുക്കെ വീട്ടിൻ്റെ മുറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പതുക്കെ ഞാൻ വാതിൽ തുറക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അലീനയും പോയി കിടന്നിട്ടുണ്ട്. ശബ്ദം ഉണ്ടാക്കാതെ രോഹിത് പോയി വാതിൽ തുറക്കുകയാണ്. അങ്ങനെ ഹരി അകത്തേക്ക് കയറി ഉടനെ തന്നെ വൈജയെ കാണുന്നുണ്ട് കേട്ടോ. ആൻറ്റി നമുക്ക് ഇന്ന് അവളെ സെറ്റാക്കാം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നിൽക്കണ്ടടാ, വാ നമുക്ക് അമ്മയുടെ റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഹരിയെയും കൂട്ടിയിട്ട് രോഹിത്തും വൈജയും കൂടെ വൈജയന്തിയുടെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പ്ലാൻ എന്ന് വൈജ ചോദിക്കുമ്പോൾ ആൻറ്റി ഞാൻ ഒരു ടീമിനെ പുറത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, എങ്ങനെയെങ്കിലും അലീനയെ ഇവിടെ നിന്ന് റോട്ടിലേക്കൊന്ന് എത്തിച്ചു കൊടുത്താൽ മതി, ബാക്കി അവർ നോക്കിക്കോളും, അവർ കൊണ്ടുപോയിക്കോളും, പിന്നെ ഈ ലോകത്തേക്ക് ഈ നാട്ടിലേക്ക് അലീന വരത്തില്ല എന്ന് പറയണം. അപ്പോൾ വൈജയ്ക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ആരെയാണ് നീ ഏൽപ്പിച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊരു ടീമാണ് ആൻറ്റി, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല, അവർ അവളെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു നാട്ടിലാണ്ട് കൊണ്ടുപോയിട്ട് ഇടും, അതായത് അവർക്കൊരു ടീമുണ്ട്, അവർ ഈ ഇങ്ങനെയുള്ള ഈ പെൺകുട്ടികളൊക്കെ കടത്തി കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഈ ഭിക്ഷയ്ക്കും അതുപോലെ വേലയ്ക്കും ഒക്കെ ആയിട്ട് പറഞ്ഞയക്കുന്നതാണ്. അവരുടെ ആ പിടുത്തത്തിൽ നിന്ന്, ആ ഒരു ഗ്യാങ്ങിൽ നിന്ന് ഒരിക്കലും അവൾക്ക് രക്ഷപ്പെട്ടു പോരാൻ പറ്റത്തില്ല, ആ ഒരു രീതിയിൽ അവർ നോക്കിക്കോളും എന്ന് പറയട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല ശരിക്കും ഹരി പ്ലാൻ ചെയ്ത് വന്നേക്കുന്നത്. ഹരിയുടെ 2-3 ഫ്രണ്ട്സ് പുറത്തൊരു കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഇവളെ എങ്ങനെയെങ്കിലും എത്തിക്കണം. അതിനുശേഷം ഹരി ഒരു സ്ഥലത്ത് ഒരു റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടേക്കാണ് അലീനയെ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് പദ്ധതി ഇട്ടേക്കുന്നത്. അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഹരി സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഹരിയുടെ ഫോണിലേക്ക് കോള് വരിക കേട്ടോ. അപ്പോൾ വിളിക്കുന്നത് ആ കാറിലിരിക്കുന്ന ഫ്രണ്ടാണ്. ഇതേ ആൻറ്റി പുറത്ത് നിന്ന് അവരാണ് വിളിക്കുന്നത്, ഞാൻ ഇതൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കിച്ചൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് ഹരി ഫോണിൽ സംസാരിക്കുകയാണ്. എടാ ഞങ്ങൾ ഇതേടാ ഇവിടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് ആ ഫ്രണ്ട്സ് പറയുമ്പോൾ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും, പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ശബ്ദം ഉണ്ടാക്കരുത് കേട്ടോ, അവിടെ വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത്, വണ്ടി അവിടെ ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിടണ്ട, കുറച്ചപ്പുറത്തേക്ക് മാറ്റിയിട്ടേക്ക്, അവിടെ ഒരു ശർമ്മ ഡോക്ടർ വീടുണ്ട്, ആ വീട്ടിലൊരു പട്ടിയുണ്ട്. അപ്പോൾ അലീനയുടെ എങ്ങനെയെങ്കിലും ഒരു ഭാഗം കണ്ടാൽ പോലും ആ പട്ടിക്ക് അത് മനസ്സിലാകും, അതുകൊണ്ട് കുറച്ച് ബാക്കിലേക്ക് മാറ്റിയിട്ടേക്ക് എന്ന് പറയാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ റൂമൊക്കെ സെറ്റല്ലേന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സെറ്റാണ്, വാഗമണ്ണ് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്, വേറൊരു പ്രശ്നമില്ല. എടാ റിസോർട്ടിലൊക്കെ ആകുമ്പോൾ വലിയ പ്രശ്നങ്ങളാവും, എന്തെങ്കിലും ആവും ചോദിക്കുമ്പോൾ ഇത് അങ്ങനെ ഒന്നുമുള്ള റിസോർട്ടല്ല, ഇത് ഒരു മഡ് ഹൗസ് പോലെയുള്ളൊരു റൂമാണ്, അവിടേക്ക് ഒരൊറ്റ റൂം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല, അവിടെ ഇങ്ങനെ ഒരു ഫാമൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്തൊക്കെ ആയിട്ടുള്ളൊരു റൂമാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ് ഫ്രണ്ട്സ് കേട്ടോ. എന്നാൽ സെറ്റടാ, ഞാൻ എങ്ങനെയെങ്കിലും അവളെ പുറത്തേക്ക് എത്തിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ വിട്ടോ, ഞാൻ പുറകെ വന്നേക്കാം എന്നും കൂടെ പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഹരി വീണ്ടും റൂമിലേക്ക് തന്നെ ചെല്ലുന്നുണ്ട്, വൈജയുടെയും രോഹിത്തിൻ്റെ അടുത്തേക്ക്. പാവങ്ങൾ ഇതൊന്നും അറിയത്തില്ല, എങ്ങനെയെങ്കിലും അലീനയെ ഇവിടുന്ന് പറഞ്ഞു വെച്ചാൽ മതി എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ അപ്പോൾ ഇനി എങ്ങനെയാണ് അവളെ പുറത്തേക്ക് എത്തിക്കുകയെന്ന് രോഹിത് ചോദിക്കുമ്പോൾ അതിനൊക്കെ വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, അത് മണപ്പിച്ച് കഴിഞ്ഞാൽ അവൾ മയങ്ങിക്കോളും. ആ മയങ്ങി കഴിഞ്ഞ സമയത്ത് അവളെ നമുക്ക് 2 പേർക്കും കൂടെ ഗേറ്റിന് പുറത്തേക്ക് എത്തിച്ചു കൊടുക്കണം. എന്നാൽ നമുക്ക് അവിടെ അവരുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുത്താൽ മതി, അവർ കൊണ്ടുപോയിക്കോളും എന്ന് പറയാണ്. ഇവിടെ നേരം വെളുക്കുന്നത് വരെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. വാതിൽ തുറന്നിട്ടാൽ മതി. അപ്പോൾ അലീന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള ഒരു രീതിയിൽ നമുക്കത് ആക്കി തീർക്കാം. അലീനയുടെ ബാഗും സാധനങ്ങളും ഒക്കെ നമുക്ക് അതിൻ്റെ കൂടെ കൊടുത്തു വിടാം എന്ന് പറയട്ടോ. അപ്പോൾ അത് കേട്ടപ്പം അത് നല്ല ഐഡിയാണ് അമ്മേ എന്ന് രോഹിത് പറയുമ്പോൾ, എന്നാലും എനിക്കെന്തോ പേടിയാകുന്നു. ഇങ്ങനെയൊക്കെ ശരിയാവുമോ? ഇനി വേറെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവുമോ? ബാലചന്ദ്രൻ എങ്ങാനും എഴുന്നേൽക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാവത്തില്ല. അങ്കിള് രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ എല്ലാം എഴുന്നേൽക്കുന്നുള്ളൂ, അതിനിടയ്ക്കൊന്നും എഴുന്നേറ്റ് വരുമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കും അവൾ, അതിനല്ലേ നമ്മൾ മയക്കുന്നത്, അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഹരി പറയാട്ടോ. അങ്ങനെ ഇവർ ഭയങ്കര പ്ലാനിങ്ങും ഇതൊക്കെ ആവുന്ന സമയത്താണ് റൂമിൽ അലീന കിടന്നുറങ്ങാനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലാവട്ടോ. അപ്പോൾ അലീന ഡോർ അടച്ചത് കാരണം ഹരി വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അലീന ഉറങ്ങാൻ നേരത്ത് പ്രാർത്ഥിച്ചൊക്കെ കിടക്കാൻ നേരത്താണ് അവിടേക്ക് കൃഷ്ണ കൂടി ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ കൃഷ്ണ റൂമിൽ നിന്ന് സാധാരണ റൂമിലല്ലോ കിടക്കാറ്, അപ്പോൾ ഇടയ്ക്കൊക്കെ അലീനയുടെ അടുത്ത് വന്ന് കിടക്കുന്നതുകൊണ്ട് അന്നും കൃഷ്ണ അലീനയുടെ അടുത്തേക്ക് തന്നെ ചെന്ന് കിടക്കുകയാണ്. പക്ഷേ ആ കാര്യം ഇവരറിയുന്നില്ല കേട്ടോ. കൃഷ്ണ അവിടെ അലീനയുടെ അടുത്ത് ചെന്ന് കിടക്കുന്ന കാര്യം ഇവരാരും അറിയുന്നില്ല. അങ്ങനെ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് കൃഷ്ണ ചെന്നിട്ട് ചേച്ചിയുടെ കൂടെയാണ് ഞാൻ കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഒന്നാവാ കിടക്കാൻ നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ 2 പേരും കൂടെ കുറച്ച് നേരം സംസാരിച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ പതിയെ ഇങ്ങനെ ഹരി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, ഹരിയും രോഹിത്തും കൂടെ. അപ്പോൾ ഹരി രോഹിത്തിനോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യേ, അച്ഛൻ ഉറങ്ങുകയാണോ അതോ അച്ഛൻ എഴുന്നേറ്റ് വരുമോ എന്നൊന്ന് പോയി ശ്രദ്ധിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്താണെങ്കിലും മുകളിലേക്ക് കുറച്ച് നിന്ന് കയറിയിട്ട് താഴേക്ക് തന്നെ ഇറങ്ങി വരികയാണ്. അച്ഛൻ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു, ശബ്ദമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയിട്ട് അവളെ മയക്കി എടുത്തുകൊണ്ട് വരാം, നീ മെല്ലെ ഡോറൊന്ന് തുറന്നിട്ടേക്ക് എന്ന് പറയാം. അങ്ങനെ രോഹിത്ത് പോയിട്ട് ഫ്രണ്ടിൽ ഡോറ് ശബ്ദം ഉണ്ടാക്കാതെ തുറന്ന് വെക്കുന്നുണ്ട്. ഹരി പെട്ടെന്ന് മെല്ലെ ഡോറൊക്കെ തുറന്ന് അലീനയുടെ റൂമിലേക്ക് കയറുക കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുട്ടിലിങ്ങനെ കിടക്കുന്നതേ കാണുന്നുള്ളൂ, 2 പേര് കിടക്കുന്നുണ്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ അങ്ങോട്ടേക്ക് മെല്ലെ ചെല്ലുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ രൂപം മാത്രമേ ഹരി കാണുന്നുള്ളൂ കേട്ടോ. ഹരി കാണുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പതിയെ ചെന്ന് നോക്കുന്ന സമയത്താണ് അവിടെ 2 പേര് കിടക്കുന്നത് ഹരി കാണുന്നത്. കൃഷ്ണയും കൂടെ അവിടെ കിടക്കുന്നുണ്ടെന്ന് കാണുക കേട്ടോ. അത് കണ്ടതും ഹരിക്ക് ആകെ പേടിയാവുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ അലീനയെ അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകുമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് അലീനയുടെ സൈഡിലേക്ക് ചെന്നിട്ട് ഇത് അവളെ മണപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് വലിഞ്ഞ് മണപ്പിക്കുന്ന സമയത്താണ് അവൻ്റെ കൈ തട്ടിയിട്ട് അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വേസ് താഴെ വീഴുകയാണ്. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് കൃഷ്ണയും അലീനയും ഒക്കെ ഞെട്ടി ഉണരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഹരി അവിടെ നിന്ന് പുറത്തേക്ക് പോവുക കേട്ടോ. അപ്പോൾ രോഹിത്തും ആകെ പേടിച്ച് പോകുന്നു ശബ്ദമൊക്കെ കേട്ടിട്ട്. കുട്ടികളാണെങ്കിൽ ഹരിയും അങ്ങനെ ഓടിപ്പോണ സൗണ്ടൊക്കെ കണ്ടിട്ട് അലീനയും കൃഷ്ണയും ആണെങ്കിൽ പേടിച്ച് കരയുകയാണ്. ഹരിയാണെങ്കിൽ പേടിച്ച് പെട്ടെന്ന് ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുക കേട്ടോ. അപ്പോൾ രോഹിത് ഇത് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പെട്ട് നിൽക്കുകയാണ് രോഹിത്. അപ്പോൾ ഇവരുടെ കരച്ചിലൊക്കെ കേട്ടിട്ട് വൈജിയും എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രന് വരെ എഴുന്നേറ്റ് വരികയാണ്. ബാലചന്ദ്രൻ വന്ന് നോക്കുമ്പോൾ കാണുന്നത് രോഹിത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ രോഹിത്, എന്താ അച്ഛൻ എനിക്കറിയില്ല, ഞാനിങ്ങനെ ശബ്ദം കേട്ടിട്ട് വന്നതാണെന്നും പറഞ്ഞ് രോഹിത് അവിടെ ഇങ്ങനെ തപ്പി തടഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ റൂമിൽ നിന്നാണല്ലോ കരച്ചിൽ കേട്ടത്. ബാലചന്ദ്രൻ പെട്ടെന്ന് അലീനയുടെയും അതുപോലെ കൃഷ്ണയും കിടക്കുന്ന ആ റൂമിലേക്ക് ചെല്ലുകയാണ്, മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്ത് പറ്റി, എന്താ മോളെ എന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ അതേ ആരോ ഇവിടെ ഉണ്ടായിരുന്നു, ആരോ റൂമിൽ നിന്ന് ഓടിപ്പോയി എന്ന് പറയാണ്. ഇവിടെ നിന്ന് ആരോ ഓടിപ്പോവാനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ആരോ ഉണ്ടായിരുന്നു വെച്ചാൽ ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നു, ആരോ ഇവിടെ ഉണ്ടായിരുന്നു ഓടിപ്പോയി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ എന്തോ ഡൗട്ട് തോന്നുകയാണ്. അപ്പോൾ രോഹിത് ആയിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് തോന്നുക കേട്ടോ. എന്നിട്ട് നേരെ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ രോഹിത് ഇവിടെ ഉണ്ടായത്, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അച്ഛാ, ഞാനിതേ ഇപ്പോൾ ശബ്ദം കേട്ടിട്ട് ഇങ്ങോട്ട് ഓടി വന്നതാണ്, അപ്പോൾ ഇവിടുന്ന് ഡോറ് തുറന്ന് ആരും ഇറങ്ങി പോണത് കണ്ടു എന്ന് പറയുകയാണേ. പുറത്തേക്ക് ഓടിപ്പോയിരുന്നോ? ആര് പുറത്തേക്ക് ഓടിപ്പോയി? അറിയില്ല അച്ഛാ, ഞാൻ വന്നപ്പോൾ ആരോ വാതിലും തുറന്ന് പുറത്തേക്ക് ഓടിപ്പോകുന്നതാണ് കണ്ടത് എന്ന് രോഹിത് പറയണം. രോഹിത്തിന് വേറെ വഴിയില്ല അങ്ങനെ പറയല്ലാതെ കേട്ടോ. ആ സമയത്താണ് വൈജയും അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു, ബബിതയും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ അലീനയും അതുപോലെ കൃഷ്ണയും കൂടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട്, അച്ഛ ആരാണ് റൂമിലേക്ക് കയറിയതെന്ന് ഞാൻ കണ്ടതാണ് അച്ഛ, എനിക്കറിയാം ആരാണെന്ന് പറയാട്ടോ. അത് എങ്ങനെ നിനക്കറിയാം, നീ കണ്ടോ ആളെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടു അച്ഛ, ആരാ കയറിയതെന്ന് ഞാൻ കണ്ടു. ആരാ കയറിയത്? അത് ഹരിയേട്ടനാണ് അച്ഛ എന്ന് പറയാട്ടോ. ഹരിയോ? ഹരി എങ്ങനെ ഇവിടെ? ഹരി എപ്പോൾ വന്നു എന്നൊക്കെ ചോദിക്കുകയാണേ. അതൊന്നും എനിക്കറിയില്ല അച്ഛാ, പക്ഷേ റൂമിൽ വന്നത് ഹരിയേട്ടനാണ്, ഞാൻ ശരിക്കും മുഖം വ്യക്തമായിട്ട് കണ്ടതാണെന്ന് കൃഷ്ണൻ പറയുകയാണേ. അപ്പോൾ അലീനയ്ക്കും ഏകദേശം ഒരു സംശയം ഉണ്ടായിരുന്നു, അലീന പറയാതിരിക്കുകയായിരുന്നു. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്കും ഒരു സംശയം തോന്നി അച്ഛാ, പക്ഷെ ഉറപ്പില്ലായിരുന്നു. ഇപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞപ്പോഴാണ് എനിക്കും അത് ഉറപ്പിക്കാൻ പറ്റുന്നത് എന്ന് പറയാട്ടോ. ആ സമയത്ത് നമ്മുടെ രോഹിത്തിൻ്റെ നേരേക്ക് ചെല്ലുകയാണ് ബാലചന്ദ്രൻ. എന്താ ഈ കേൾക്കുന്നത്? ഹരി ഇവിടെ വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല അച്ഛാ, എനിക്കറിയില്ല അച്ഛാ, ദേ ഒരു സത്യം പറഞ്ഞോളണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇല്ല അച്ഛാ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഒരൊറ്റൊന്ന് പൊട്ടിക്കേട്ടോ, സത്യം പറയടാന്ന് പറയട്ടോ. അതേ അച്ഛാ, ഹരി വന്നിരുന്നു. എന്തിനാ വന്നത്? അലീനയെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടത്തിക്കൊണ്ടുപോവാന്ന് പറഞ്ഞു വന്നതാണ്. ആര് വിളിച്ചിട്ടാണ് വന്നത്? ആരും വിളിച്ചിട്ടില്ല, എന്നെ വിളിച്ചതാണ് ഹരി എന്ന് രോഹിത്ത് പറയാട്ടോ. സത്യം പറഞ്ഞോണം, എന്നിട്ട് ആർക്കൊക്കെയാണ് ഈ ഗൂഢാലോചനയിൽ പങ്കുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ബബിതയോട് ചോദിക്കുന്നുണ്ട്, നിനക്കുണ്ടോ ബബിത ഈ ഗൂഢാലോചനയിൽ പങ്കെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ നേരത്തെ പോയി കിടന്നായിരുന്നു എന്ന് പറയണം. അപ്പോൾ കൃഷ്ണയും പറയുന്നുണ്ട്, ഞാനും ബബിയച്ചും കൂടിയാണ് പോയി കിടന്നത്, പിന്നീട് ഞാൻ എഴുന്നേറ്റ് അലീന ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നതാണ്. ഞാൻ ചെന്നില്ലായിരുന്നെങ്കിലോ അച്ഛാ, ഒരു പക്ഷേ ചേച്ചിയെ അവർ ഇവിടുന്ന് മയക്കി കിടത്തി കൊണ്ടുപോയിട്ടുണ്ടാവില്ലേ എന്ന് പറയട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, പിന്നെ വേറെ ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്? നിൻ്റെ അമ്മയ്ക്ക് പങ്കുണ്ടോടാന്ന് വൈജയ ചൂണ്ടിയും കൊണ്ട് രോഹിത്തിനോട് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛ എന്ന് പറയാണ് രോഹിത്ത്. അന്നേരം ബാലചന്ദ്രൻ നല്ല ദേഷ്യത്തിൽ രോഹിത്തിനെ നന്നായിട്ട് തല്ലുന്നു കേട്ടോ. എടാ, സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കാണേണ്ട ഒരു പെൺകുട്ടിയല്ലടാ, നിൻ്റെ ബബിതയുടെയും കൃഷ്ണയും മോളെ പോലെയൊക്കെ കാണേണ്ട ഒരു പെണ്ണിനെയല്ലടാ നീ. ഒരു തെറ്റ് നീ ചെയ്തു, അത് ഞാൻ ക്ഷമിച്ചു, ഇത് ഞാൻ ക്ഷമിക്കത്തില്ലടാ നിന്നോട് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ തല്ലുമ്പോൾ വൈജ വന്ന് തടയുന്നുണ്ട് കേട്ടോ. എന്തിനാ അവനെ തല്ലുന്നത്? നിങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടല്ലേ അവൻ ഇതിനൊക്കെ പങ്കു ചേരേണ്ടി വരുന്നത്. അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ വൈജയെ പിടിച്ചിട്ട് തള്ളു കേട്ടോ ബാലചന്ദ്രൻ. വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നെ പിടിച്ച് തള്ളുന്നു ചോദിക്കുമ്പോൾ എൻ്റെ കൈ നിൻ്റെ മേലെ വീഴണ്ടാണ്ടെങ്കിൽ ഒരു അകലത്തിൽ മാറി നിന്നോ, അത്രയും കലി കയറി നിൽക്കുകയാണ് ഞാൻ. ആ തെണ്ടിയോട് ഞാൻ ഈ വീട്ടിലോട്ട് കാലെടുത്ത് വെക്കരുതെന്ന് പറഞ്ഞതാണ്. നിങ്ങളല്ലേ അവനെ വിളിച്ചു കയറ്റിയത്. എനിക്കറിയാം ഇതിൻ്റെ പിന്നിൽ ആർക്കൊക്കെയാണ് പങ്കുള്ളതെന്ന്. ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. സ്വന്തം മോളുടെ പ്രായമാവാനുള്ള ഒരു പെൺകുട്ടിയാണ് കണ്ട നെറികേട് കാണിക്കാനായിട്ട് കണ്ട വൃത്തികെട്ടവന്മാർക്ക് മയക്കി കിടത്തി കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തേക്കുന്നത്. ഈ ബബിതയാണ് അങ്ങനെ ചെയ്യാൻ ആരെങ്കിലും വന്ന് നീ സമ്മതിച്ചു കൊടുക്കുമോ? പറയാൻ പറ്റത്തില്ല, അതല്ലേ സ്വഭാവം. വേണമെങ്കിൽ സ്വന്തം മകളെ വരെ കൂട്ടിക്കൊടുക്കാനായിട്ട് നിനക്കൊക്കെ തോന്നുമെന്ന് പറഞ്ഞ് വൈജോട് പറയുമ്പോൾ ദേ അനാവശ്യം പറയരുതെന്ന് പറയട്ടോ. അനാവശ്യം നിനക്ക് കൂടി ചെയ്യാമല്ലേ? ഈ പാവം പെൺകുട്ടിയെ കണ്ട നരാധമന്മാർക്ക് കൂട്ടിക്കൊടുക്കാനല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് ആ വൃത്തികെട്ടവന് കൂട്ടുനിന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ നല്ല വഴക്ക് പറയട്ടോ. ഇതിനൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നാളെ ഒന്ന് നേരം വെളുത്തോട്ടെ, ഇതിനുള്ള പണിഷ്മെൻറ്റ് ഞാൻ അവന് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ കൃഷ്ണമോളോടും അതുപോലെ അലീനയോടും ഇനി അവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ട, നിങ്ങൾ രണ്ടുപേരും കൂടെ ആ റൂമിൽ, നിങ്ങൾ കൃഷ്ണമോളുടെ റൂമിൽ പോയി കിടന്നാൽ മതി എന്ന് പറയാട്ടോ. അങ്ങനെ ഇനി ഒറ്റയ്ക്ക് ഒരിക്കലും അലീന അവിടെ കിടക്കണ്ട, അമ്മ വരുന്നുണ്ടെങ്കിൽ മാത്രം കിടന്നാൽ മതി, അല്ലെങ്കിൽ കൃഷ്ണയുടെ റൂമിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിനെയും വൈജയൊക്കെ നല്ല ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കിയിട്ട് ബാലചന്ദ്രൻ വാതിലും അടച്ച് കുറ്റിയിട്ടിട്ട് മുകളിലേക്ക് പോവാട്ടോ. അങ്ങനെ ഹരിയാണെങ്കിൽ ജീവനം കൊണ്ട് രക്ഷപ്പെട്ട് അവിടുന്ന് ഓടിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ കൃഷ്ണയുടെ റൂമിലെത്തുമ്പോൾ ബബിതയും കൃഷ്ണയും കൂടി ഒരുമിച്ച് ബെഡിലും അലീന താഴെയായിട്ട് അങ്ങനെ കിടക്കുകയാണ്. എന്താണെങ്കിലും ഹരി വന്ന ഈ പ്രവൃത്തി മൂലം അലീനയ്ക്ക് ഒരു പ്രൊമോഷനും കൂടി കിട്ടിയേക്കുകയാണ്. മുത്തശ്ശിയുടെ ഹോം നേഴ്സിൻ്റെ ഒരു സ്ഥാനത്ത് നിന്ന് മകളായിട്ട് അംഗീകരിച്ചെങ്കിലും അതേ സ്ഥലത്ത് തന്നെയായിരുന്നു അലീന ഇത്രയും നാളും കിടന്നിരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് കിടത്തം വരെ മാറ്റി നമ്മുടെ കൃഷ്ണയുടെയും അവരുടെ റൂമിലേക്ക് എത്തിയേക്കുകയാണ്. അത് വൈജിക്ക് വല്ലാത്തൊരു തിരിച്ചടി കൂടി കിട്ടിയേക്കുകയാണ്. അങ്ങനെ എന്താണെങ്കിലും കഥ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.